അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അറബിക് ഫോർ ബിഗിനേഴ്സിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഖസ്വീദത്തുൽ മുഹമ്മദിയിലെ ഏതാനും ചില വരികൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തിരുന്നു. മറ്റു ചില വരികൾ കൂടി നമുക്കിന്ന് ചൊല്ലി നോക്കാം. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ ലിഅൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി മുഹമ്മദുൻ സീനത്തുദ് ദുനിയാ വബഹ്ജതുഹാ മുഹമ്മദുൻ കാശിഫുൽ ഗമ്മാതി വൽളുലമി. മുഹമ്മദുൻ ദിക്റുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്മരിക്കൽ റൂഹുൽ അൻഫുസിന, നമ്മുടെ ശരീരത്തിൻ്റെ ആത്മാവാകുന്നു. മുഹമ്മദുൻ ശുക്റുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നന്ദി ചെയ്യൽ ഫർളുൻ അലൽ ഉമമി, അത് ഈ മനുഷ്യവർഗത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. മുഹമ്മദുൻ സീനത്തുദ് ദുനിയ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യമാണ്. വബഹ്ജതുഹ, അതിൻ്റെ തേജസ്സുമാണ്. മുഹമ്മദുൻ കാശിഫുൽ ഗമ്മാതി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സങ്കടങ്ങളെ നീക്കുന്നവരും വദ്ദുലമി, തമസ്സിനെ മാറ്റുന്നവരുമാണ്. മുഹമ്മദുൻ ത്വാബതി ദുനിയാ ബിബിഅസതിഹി മുഹമ്മദുൻ ജാഅ ബിൽ ആയാതി വൽ ഹിക്മി. മുഹമ്മദുൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വാബത്തി ദുനിയ, ഈ ഭൗതിക പ്രപഞ്ചം സന്തോഷിച്ചിരിക്കുന്നു. ബിബിഅസതിഹി, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകനായുള്ള നിയോഗത്താൽ. ത്വാബ സന്തോഷിച്ചു, ബിഅസത്ത് പ്രവാചകത്വ നിയോഗം. മുഹമ്മദുൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാഅ ബിൽ ആയാതി, അല്ലാഹുവിൻ്റെ അസ്തിത്വത്തെ അറിയിക്കുന്ന സൂചകങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഖുർആനിലെ ആയത്തുകളെ കൊണ്ടുവന്നിരിക്കുന്നു. വൽ ഹിക്മി, ജ്ഞാനത്തെയും കൊണ്ടുവന്നിരിക്കുന്നു. ജാഅ എന്ന വാക്കിൻ്റെ അർത്ഥം വന്നു. എന്നാൽ ജാഅ എന്ന വേർബ് ബി എന്ന ഒരു പ്രപ്പോസിഷനോട് കൂടെ ചേർന്ന് വരുമ്പോൾ അർത്ഥം കൊണ്ടുവന്നു എന്നാണ്. മുഹമ്മദുൻ യൗമ ബഅസിൻ നാസി ഷാഫിഉന മുഹമ്മദുൻ നൂറുഹുൽ ഹദി മിനദ്ദുലമി. മുഹമ്മദുൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമ ബഅസിൻ നാസി, മനുഷ്യന്മാരുടെ പുനരുത്ഥാന നാളിൽ, ഷാഫിഉന, നമുക്ക് ശുപാർശ ചെയ്യുന്നവരാണ്. യൗമ് ദിവസം, ബഅസ് പുനരുത്ഥാനം, നാസ് ജനങ്ങൾ, മനുഷ്യർ, ഷാഫിഅ ശുപാർശ ചെയ്യുന്നവർ. മുഹമ്മദുൻ നൂറുഹുൽ ഹാദി മിനദ്ദുലമി, മുഹമ്മദുൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൂറുഹു, അവിടുത്തെ പ്രകാശം, അൽ ഹാദി മിനദ്ദുലമി, തമസ്സിൽ നിന്നും നമ്മെ വഴി നടത്തുന്ന വഴികാട്ടിയാണ്. ദുനിയാവിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ഹിദായത്തിൻ്റെ വെളിച്ചവും, ആഖിറത്തിൽ അവിടുത്തെ ഷഫാഅത്തും ലഭിക്കാൻ ഭാഗ്യം ലഭിച്ച മുഅ്മിനീങ്ങളിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ജുംലത്തുൻ ഇസ്മിയ, നോമിനൽ സെൻറ്റൻസിന് രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു. ഒന്നാമത്തെ ഭാഗത്തിന് മുബ്തദ എന്നും രണ്ടാം ഭാഗത്തിന് ഖബർ എന്നും പറയുന്നു. സെൻറ്റൻസിൽ ആരെക്കുറിച്ചാണോ അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണോ പരാമർശിക്കുന്നത് അതിനെ മുബ്തദ എന്ന് പറയുന്നു. എന്താണ് പരാമർശിക്കുന്നത് അതിന് ഖബർ എന്നും പറയുന്നു. മുബ്തദ ഒന്നുകിൽ പ്രോപ്പർ നൗൺ ആകാം, വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ വസ്തുവിൻ്റെയോ പേരാകാം, അലി, മുഹമ്മദ് തുടങ്ങിയ പേരുകളാകാം. അല്ലെങ്കിൽ പ്രനൗൺ ആകാം, ലമീർ ആകാം. അന, ഹുവ, ഹിയ, ഹും ഇവയെല്ലാം ലമീറുകളാണ്, പ്രനൗൺസുകളാണ്. ഇവ മുബ്തദയായിട്ട് വരാം. അല്ലെങ്കിൽ സൂചക വാക്കുകളായ ഡെമോൺസ്ട്രേറ്റീവ് പ്രനൗൺസ്, ഇസ്മുൽ ഇഷാറകൾ മുബ്തദയായിട്ട് വരാറുണ്ട്. ദിസ്, ദാറ്റ്, ഹാദ, ഹാദിഹി, ദാലിക, തിൽക്ക തുടങ്ങിയ ഡെമോൺസ്ട്രേറ്റീവ് പ്രനൗൺസുകൾ മുബ്തദയായിട്ട് ഉപയോഗിക്കാറുണ്ട്. അലിഫ്ലാം ചേർന്ന് വരുന്ന സാധാരണ ഇസ്മുകളും മുബ്തദയായിട്ട് വരാറുണ്ട്. അലിഫ്ലാം എന്നത് ഇംഗ്ലീഷിലെ ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദ എന്നതിൻ്റെ സ്ഥാനത്താണ് അറബിയിൽ ഉപയോഗിക്കപ്പെടുന്നത്. ഒരു കാര്യം കൂടി നാം പറഞ്ഞിരുന്നു. മുബ്തദ കേൾക്കുന്ന ആൾക്കും വായിക്കുന്ന ആൾക്കും
പെട്ടെന്ന് മനസ്സിലാകുന്ന രൂപത്തിൽ ആകുന്നതിന് വേണ്ടി മുബ്തദ ഡെഫിനിറ്റ് ആയിരിക്കണം, നിർണിതമായിരിക്കണം, പെർട്ടിക്കുലർ ആയിരിക്കണം എന്നുകൂടി നാം പറഞ്ഞിരുന്നു. അപ്പോഴേ കേൾക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ വായനക്കാരനോ എന്താണ് അല്ലെങ്കിൽ ആരെക്കുറിച്ചാണ് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് ഈ സെൻറ്റൻസിൽ പരാമർശിക്കുന്നത് എന്ന് എളുപ്പത്തിൽ മനസ്സിലാവുകയുള്ളൂ. ഇനി നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ ഒന്ന് വായിച്ചു നോക്കാം. അത്തബസ്സുമു സ്വദഖത്തുൻ, പുഞ്ചിരി ഒരു ധർമ്മമാകുന്നു. അൽ ആഖിറത്തു ഖൈറുൻ, പരലോക ജീവിതമാണ് അത്യുത്തമം. അല്ലാഹു മഅന, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ, ഭൗതിക ലോകം ഒരു വിശ്വാസിയുടെ തടവറയാകുന്നു, ജയിൽ ആകുന്നു. അത്തഖ്വ ബൈനൽ ഖൗഫി വർ-റജാഇ, ഭയഭക്തി ഭീതിയുടെയും പ്രതീക്ഷയുടെയും ഇടയിലാകുന്നു. നാം കണ്ട ഈ സെൻറ്റൻസുകളെല്ലാം ജുംലത്തുൻ ഇസ്മിയയാണ്, നോമിനൽ സെൻറ്റൻസുകളാണ്. അത്തബസ്സുമു സ്വദഖത്തുൻ, പുഞ്ചിരി ഒരു ധർമ്മമാകുന്നു എന്ന ഈ സെൻറ്റൻസിൽ അത്തബസ്സുമു എന്നത് മുബ്തദയും സ്വദഖത്തുൻ എന്നത് ഖബറുമാകുന്നു. അൽ ആഖിറത്തു ഖൈറുൻ, പരലോക ജീവിതമാണ് അത്യുത്തമം. അൽ ആഖിറത്തു മുബ്തദയും ഖൈറുൻ ഖബറുമാകുന്നു. ഈ രണ്ട് സെൻറ്റൻസുകളിലെയും ഖബറിനെ മാത്രം ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. ഒന്നാമത്തെ സെൻറ്റൻസിൽ സ്വദഖത്തുൻ എന്നതും രണ്ടാമത്തെ സെൻറ്റൻസിൽ ഖൈറുൻ എന്നതും രണ്ടും ഒരൊറ്റ പദങ്ങൾ മാത്രമാണ്. ഇതിനർത്ഥം ഖബർ ഒരു ഒറ്റ പദമായി സിംഗിൾ വേർഡായിട്ട് വരാവുന്നതാണ്. അല്ലാഹു മഅന, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. ഈ സെൻറ്റൻസിൽ മഅന എന്നതാണ് ഖബർ. മഅ എന്ന പ്രിപ്പോസിഷനും ന എന്ന പ്രനൗണും കൂടി ചേർന്ന് വന്നതാണ് ഇവിടെ ഖബർ. അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ, ഭൗതിക ലോകം ഒരു വിശ്വാസിയുടെ തടവറയാകുന്നു. സിജ്നുൽ മുഅ്മിൻ, വിശ്വാസിയുടെ തടവറ. സിജ്ന് ജയിൽ. സിജ്നുൽ മുഅ്മിൻ എന്ന രണ്ട് പദങ്ങൾ കൂടിയതാണ് ദുന്യ എന്ന മുബ്തദഇൻ്റെ ഖബർ. അത്തഖ്വ ബൈനൽ ഖൗഫി വർ-റജാഇ, ഭയഭക്തി പേടിയുടെയും പ്രതീക്ഷയുടെയും ഇടയിലാകുന്നു. ഈ സെൻറ്റൻസിൽ അത്തഖ്വ എന്നത് മുബ്തദയും ബൈനൽ ഖൗഫി വർ-റജാഇ എന്ന പദങ്ങളുടെ കൂട്ടം തഖ്വ എന്ന മുബ്തദയുടെ ഖബറുമാകുന്നു. ഈ ഉദാഹരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഖബർ ഒന്നുകിൽ ഒരു ഒറ്റപ്പദമാകാം, സിംഗിൾ വേർഡാകാം, അല്ലെങ്കിൽ ഒന്നിലധികം പദങ്ങളുടെ ഒരു കൂട്ടവും ആകാം. നേരത്തെ നാം ചൊല്ലിയ ഈ രണ്ട് വരികളിലെ മുബ്തദയും ഖബറും ഏതാണെന്ന് ഒന്ന് കണ്ടെത്താൻ ശ്രമിച്ചു നോക്കൂ. മുഹമ്മദുൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ദിക്റുഹു, അവിടുത്തെ സ്മരിക്കൽ. റൂഹുല്ലി അംഫുസിന, നമ്മുടെ ശരീരത്തിൻ്റെ ആത്മാവാകുന്നു. ഈ സെൻറ്റൻസിലെ മുബ്തദ മുഹമ്മദ് എന്നതാണ്, എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ മുഹമ്മദ് എന്ന മുബ്തദയുടെ ഖബർ ഏതാണ്? ഓക്കെ, എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ദിക്റുഹു റൂഹുല്ലി അംഫുസിന എന്ന പദങ്ങളുടെ കൂട്ടമാകുന്നു. എന്നാൽ ഇനി ഒരു കാര്യം കൂടി ചെയ്തു നോക്കൂ. ഈ സെൻറ്റൻസിലെ ദിക്റുഹു റൂഹുല്ലി അംഫുസിന എന്ന വാക്കുകൾ മാത്രം ഒന്ന് വായിച്ചു നോക്കൂ. ദിക്റുഹു റൂഹുല്ലി അംഫുസിന, ദിക്റുഹു മുഹമ്മദ് നബിയെ സ്മരിക്കൽ, റൂഹുല്ലി അംഫുസിന നമ്മുടെ ശരീരത്തിൻ്റെ ആത്മാവാകുന്നു. ഇത് മാത്രം വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് തന്നെ ഒരു സെൻറ്റൻസ് അല്ലേ? ദിക്റുഹു, മുഹമ്മദ് നബിയെ സ്മരിക്കലാകുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആത്മാവാകുന്നു. അതെ, ദിക്റുഹു എന്നത് ഒരു മുബ്തദയും റൂഹുല്ലി അംഫുസിന എന്നത് ഖബറുമാകുന്നു. ഈ മുബ്തദയും ഖബറും ചേർന്ന ദിക്റുഹു റൂഹുല്ലി അംഫുസിന എന്ന ഭാഗം ഇതൊരു ജുംലത്തുൻ ഇസ്മിയയാണ്. കാരണം അവിടെ ഒരു മുബ്തദയുണ്ട്, ഒരു ഖബറും വന്നിട്ടുണ്ട്. ഈ മുബ്തദയും ഖബറും കൂടി ചേർന്ന ഈ ജുംലത്തുൻ ഇസ്മിയ മുഹമ്മദുൻ എന്ന മുബ്തദയുടെ ഖബറാകുന്നു. അഥവാ ഒരു ജുംലത്തുൻ ഇസ്മിയയുടെ ഉള്ളിൽ തന്നെ വേറൊരു ജുംലത്തുൻ ഇസ്മിയ വന്നു. മുഹമ്മദുൻ ശുക്രുഹു ഫർലുൻ അലൽ ഉമമി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നന്ദി ചെയ്യൽ ഈ സമുദായത്തിൻ്റെ മനുഷ്യവർഗത്തിൻ്റെ മേൽ ബാധ്യതയാകുന്നു. ഈ സെൻറ്റൻസിലും ഇതേ രൂപത്തിൽ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അഥവാ ഒരു ജുംലത്തുൻ ഇസ്മിയെ തന്നെ മറ്റൊരു ജുംലത്തുൻ ഇസ്മിയയുടെ ഖബറായിട്ട് വരിക. ഇനി വേറെ രണ്ട് വരികൾ നമുക്കൊന്ന് നോക്കാം.
മുഹമ്മദുൻ ത്വാബത്തി ദുനിയ ബിബഅസതിഹി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രവാചകത്വ നിയോഗം കാരണത്താൽ ഈ ഭൗതിക ലോകം സന്തോഷിച്ചിരിക്കുന്നു. ഈ സെൻറ്റൻസിൽ, ഈ ജുംലയിൽ മുഹമ്മദുൻ എന്നത് മുബ്തദയാണ്, ത്വാബത്തി ദുനിയ ബിബഅസതിഹി എന്ന വാക്കുകളുടെ കൂട്ടം, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, ഖബറുമാണ്. എന്നാൽ ത്വാബത്തി ദുനിയ ബിബഅസതിഹി എന്ന ഭാഗം മാത്രം ഒന്ന് നോക്കൂ. ത്വാബത്തി ദുനിയ, ഈ ഭൗതിക ലോകം സന്തോഷിച്ചിരിക്കുന്നു, ബിബഅസതിഹി, അവിടുത്തെ പ്രവാചകത്വ നിയോഗം കാരണത്താൽ. ഇത് തന്നെ ഒരു സെൻറ്റൻസ് അല്ലേ? ത്വാബത്തി ദുനിയ, ദുനിയാവ്, ഈ ഭൗതിക ലോകം സന്തോഷിച്ചിരിക്കുന്നു. ത്വാബത്തി ദുനിയ എന്നത് തന്നെ ഒരു സെൻറ്റൻസാണ്. ഏത് തരം സെൻറ്റൻസാണ്? വേർബൽ സെൻറ്റൻസാണ്, ജുംലത്തുൻ ഫിഅലിയാണ്. കാരണം ഒരു ഫിഅല് കൊണ്ടാണല്ലോ തുടങ്ങിയിട്ടുള്ളത്. ത്വാബത്തി ദുനിയ എന്നത് തന്നെ ഒരു സെൻറ്റൻസാണ്. ഈ ഒരു ജുംലത്തുൻ ഫിഅലിയ വേർബൽ സെൻറ്റൻസാണ് മുഹമ്മദുൻ എന്ന മുബ്തദയുടെ ഖബറായി വന്നത്. അഥവാ ഒരു ജുംലത്തുൻ ഇസ്മിയുടെ ഖബറായി വന്നത് വേറൊരു ജുംലത്തുൻ ഫിഅലിയയാണ്. മുഹമ്മദുൻ ജാഅ ബിൽ ആയാതി വൽ ഹികമി, ഈ സെൻറ്റൻസിലും ഇതേ രൂപത്തിൽ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. മുഹമ്മദുൻ എന്ന മുബ്തദ, ഈ മുബ്തദയുടെ ഖബറായി വന്നത് ഏതാണ്? ജാഅ ബിൽ ആയാതി വൽ ഹികമി. ജാഅ ബി, കൊണ്ടുവന്നു എന്ന് തുടങ്ങുന്ന ഈ വേർബൽ സെൻറ്റൻസാണ്, ജുംലത്തുൻ ഫിഅലിയയാണ് മുഹമ്മദുൻ എന്ന മുബ്തദയുടെ ഖബർ. അഥവാ ഒരു ജുംലത്തുൻ ഇസ്മിയയുടെ ഖബറായി വന്നത് ഒരു ജുംലത്തുൻ ഫിഅലിയ ആകുന്നു. ഇന്ന് നാം പഠിച്ച കാര്യങ്ങൾ ഇവയാണ്. ഒരു ജുംലത്തുൻ ഇസ്മിയയുടെ ഖബർ ചിലപ്പോൾ ഒരു സിംഗിൾ വേർഡാകാം, ഒരു ഒറ്റ പദമാകാം, അല്ലെങ്കിൽ ഒന്നിലധികം പദങ്ങളുടെ കൂട്ടമാകാം. ഒരു ജുംലത്തുൻ ഇസ്മിയ തന്നെ മറ്റൊരു ജുംലത്തുൻ ഇസ്മിയയുടെ ഖബറായി വരാറുണ്ട്. അതേപോലെ തന്നെ ഒരു ജുംലത്തുൻ ഫിഅലിയയും വേറൊരു ജുംലത്തുൻ ഇസ്മിയയുടെ ഖബറിൻ്റെ സ്ഥാനത്ത് വരാറുണ്ട്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം നിർത്തുന്നു. എന്തെങ്കിലും സംശയമുള്ളവർക്ക് പേഴ്സണലായിട്ടോ ഗ്രൂപ്പിലോ ചോദിക്കാവുന്നതാണ്. മുസ്ലിം പണ്ഡിതന്മാരുടെയും ഭരണാധികാരികളുടെയും ജീവചരിത്രത്തിലെ പ്രചോദനാത്മകമായ നിമിഷങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഇംഗ്ലീഷ് പഠിതാക്കൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കുന്ന സീരീസ് തുടങ്ങാൻ നിൽക്കുകയാണ്. നിങ്ങളുടെ കുടുംബങ്ങളിലെയും സുഹൃത്ത് ബന്ധങ്ങളിലെയും ഇംഗ്ലീഷ് പഠിതാക്കൾക്ക് അവ എത്തിച്ചു കൊടുത്ത് എല്ലാ അർത്ഥത്തിലും സഹകരിക്കണമെന്നും ദുആ ചെയ്തുകൊണ്ട് എല്ലാ പിന്തുണ നൽകണമെന്നും വിനീതമായി അപേക്ഷിക്കുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.